ഹായ് ഓൾ, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ LSS പരീക്ഷയ്ക്ക് ആവശ്യമായ ചില ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതായത് മുൻ വർഷങ്ങളിൽ ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുമുള്ള ചില ചോദ്യങ്ങൾ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, സുമംഗല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് എന്നതാണ്. ഓക്കെ, എന്താണ് ഈ തൂലികാനാമം? ചിലർ അവരുടെ സ്വന്തം പേരിലായിരിക്കില്ല രചനകൾ ചെയ്യുന്നത്. കഥ എഴുതുന്നവരും കവിത എഴുതുന്നവരും ഒക്കെ മറ്റു പേരുകളിൽ എഴുതും. അതുകൊണ്ടാണ് ആ പേരുകളാണ് അവരുടെ തൂലികാനാമങ്ങൾ. ആ പേരിലായിരിക്കും നമ്മൾ അവരെ അറിയുന്നത്. അവരുടെ ശരിയായ പേര് അതായിരിക്കണമെന്നില്ല. അപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം എന്താണ്? സുമംഗല എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന എഴുത്തുകാരി ആരാണ് എന്നതാണ്. സുമംഗല എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന എഴുത്തുകാരിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2017 ചോദ്യമാണിത്. LSSന് വന്ന ചോദ്യമാണ്. സുമംഗല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ലീല നമ്പൂതിരിപ്പാട്. ഓക്കെ, ആരാണ്? ലീല നമ്പൂതിരിപ്പാട്. ഇതുപോലെയുള്ള തൂലികാനാമങ്ങളും അവരുടെ യഥാർത്ഥ പേരുകളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. അടുത്തത് ഒരു കടങ്കഥയാണ്. കടങ്കഥകൾ, കുസൃതി ചോദ്യങ്ങളൊക്കെ സാധാരണയായി പരീക്ഷയ്ക്ക് കണ്ടുവരാറുണ്ട്. ഈ കടങ്കഥ ഒന്ന് ശ്രദ്ധിക്കൂ. അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി. ഓക്കെ, എന്താണ്? അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി. എന്താണ് ഈ ഒരു കടങ്കഥയുടെ ഉത്തരം? എന്താണ്? കടങ്കഥകൾ, അത്യാവശ്യം കുറച്ച് കടങ്കഥകളൊക്കെ ഓർത്തു വെക്കുക കേട്ടോ, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചാലോ. അപ്പൊ ഇതിന്റെ ഉത്തരം കണ്ണാണ്. കൂട്ടിമുട്ടും തുഞ്ചാണി, അതാണ് ഉദ്ദേശിച്ചുള്ളത്. കണ്ണാണ് ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. കഥകളിയിലെ നളൻ, ശ്രീകൃഷ്ണൻ, അർജുനൻ ഈ വേഷങ്ങൾക്ക് പറയുന്ന പേര് എന്താണ് എന്നാണ് ചോദിച്ചത്. കഥകളിയിലെ ശ്രീകൃഷ്ണൻ, നളൻ, അർജുനൻ ഒക്കെ അഭിനയിക്കുന്ന ആ വേഷങ്ങൾക്ക് പറയുന്ന പേര് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ എല്ലാ വേഷങ്ങളുടെയും പേരുകൾ ഒന്നല്ല എന്ന് നമുക്കറിയാം അല്ലെ. എത്ര വേഷങ്ങളാണ് കഥകളിയിലുള്ളത്? പച്ച, കത്തി, കരി, താടി, മിനുക്ക് അല്ലെ. അപ്പൊ നളൻ, ശ്രീകൃഷ്ണൻ, അർജുനൻ ഇവരെയൊക്കെ കുറിച്ച് പറയുന്ന, ഇവരെയൊക്കെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾക്ക് പറയുന്ന പേര് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? പച്ച. എന്താണ്? പച്ച. അപ്പൊ നളൻ, ശ്രീകൃഷ്ണൻ, അർജുനൻ എന്നിവയൊക്കെ പറയുന്നത് പച്ചയാണ്. അടുത്ത ചോദ്യം, ദ്രുമം എന്ന വാക്കിന്റെ അർത്ഥം എഴുതുക. നമ്മുടെ പാഠഭാഗത്ത് ഓരോ പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറെ അർത്ഥം പഠിക്കാനുണ്ട് അല്ലെ. അതുകൂടാതെ പുറത്തു നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില വാക്കുകളുടെ അർത്ഥവും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ദ്രുമം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദ്രുമം എന്ന വാക്കിന്റെ അർത്ഥം ഓർത്ത് വെക്കുക. എന്താണ്? വൃക്ഷം എന്നാണ് അർത്ഥം. ഓക്കെ, വൃക്ഷം, തരു എന്നൊക്കെയുള്ളത് സമാനാർത്ഥ പദങ്ങളാണ്. വൃക്ഷം, തരു, ദ്രുമം എന്നൊക്കെ എന്താണ്? വൃക്ഷത്തിന്റെ മറ്റു പേരുകളാണ് തരു, ദ്രുമം എന്നൊക്കെ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. കുറച്ച് കൃതികളുടെ പേരുകൾ കൊടുത്തിട്ട് ഇതിൽ നിന്നും SK പൊറ്റക്കാടിന്റേതല്ലാത്ത കൃതി ഏത് എന്ന് കണ്ടെത്താനാണ് അടുത്ത ചോദ്യം. കാപ്പിരികളുടെ നാട്ടിൽ, ഹൈമവത ഭൂവിൽ, നൈൽ ഡയറി, ബാലിദ്വീപ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? കാപ്പിരികളുടെ നാട്ടിൽ, ഹൈമവത ഭൂവിൽ, നൈൽ ഡയറി, പിന്നെയോ ബാലിദ്വീപ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തു. ഇതില് ഏതോ ഒരെണ്ണം SK പൊറ്റക്കാട് അല്ല എഴുതിയത്. അദ്ദേഹം മഹാനായ സഞ്ചാര സാഹിത്യകാരനായിരുന്നു. കൂടാതെ നോവലുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പോ ഇതിലുള്ള ഒരെണ്ണം മാത്രം അദ്ദേഹം എഴുതിയതല്ല, ബാക്കിയൊക്കെ അദ്ദേഹം എഴുതിയതാണ്. ഓക്കെ, അപ്പൊ കാപ്പിരികളുടെ നാട്ടിൽ ആരാണ് എഴുതിയത്? SK പൊറ്റക്കാട്. ബാലിദ്വീപ് ആരാണ് എഴുതിയത്? SK പൊറ്റക്കാട്. നൈൽ ഡയറി ആരാണ് എഴുതിയത്? SK പൊറ്റക്കാട്. ഓക്കെ, അപ്പൊ ഉത്തരം എന്താണ്? ഹൈമവത ഭൂവിൽ. അത് എഴുതിയത് ആരല്ല? SK പൊറ്റക്കാട് അല്ല. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്തതിൽ പിരിച്ചെഴുതുമ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ഏത്? കുറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിന് പിരിച്ചെഴുതുന്ന സമയത്തുള്ള വ്യത്യാസത്തിനനുസരിച്ചിട്ട് അതിൽ നിന്ന് കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പിരിച്ചെഴുതുന്നത് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചതാണ്. പിരിച്ചെഴുതുന്നത് ഇപ്പൊ കുട്ടിക്കുപ്പായം എന്ന ഒരു ഒറ്റ പദത്തിന് പിരിച്ചെഴുതുമ്പോൾ എന്ത് സംഭവിക്കും? കുട്ടി അധികം കുപ്പായം അല്ലെ. എന്തായി മാറും? അത് ചേർത്ത് വെക്കുമ്പോ കുട്ടിക്കുപ്പായമായി മാറും. നമ്മൾ ആ എഴുതുന്നതിലും ഒരു പ്രത്യേകതയില്ലേ ഇല്ലേ? ശ്രദ്ധിക്കൂ, കുട്ടി അധികം, പ്ലസിനാണ് അധികം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കുട്ടി
അധികം കുപ്പായം എന്ന വാക്ക് ഒറ്റപ്പദമായി മാറുന്ന സമയത്ത് ആദ്യം കുട്ടി കുപ്പായം, കുപ്പായത്തിന് ഒരു കാ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. ഒറ്റപ്പദമായി മാറുന്ന സമയത്ത് എന്ത് വ്യത്യാസമാണ് സംഭവിക്കുന്നത്? ക ഇരട്ടിപ്പ് വരുന്നുണ്ട് അവിടെ അല്ലെ. കുട്ടി കുപ്പായം എന്നായി മാറുന്നു. ഓക്കെ, വ്യത്യാസം ശ്രദ്ധിച്ചല്ലോ. അപ്പൊ കുട്ടി അധികം കുപ്പായം എന്ന വാക്ക് ഒറ്റപ്പദമായി മാറുന്ന സമയത്ത് കുട്ടി കുപ്പായം ക വരുന്നുണ്ട് അവിടെ, ഇരട്ടിപ്പ് വരുന്നുണ്ട്. അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ അത്തരത്തില് നമ്മൾ വാക്കുകളെ പിരിച്ചെഴുതാനും ഒറ്റപ്പദമാക്കാനും ഒക്കെ ചെറിയ ക്ലാസ് മുതലേ ശീലിച്ചതാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. തന്നിട്ടുള്ളത് നീലത്താമര പാറി നടന്നു ഓടിക്കളിച്ചു കുട്ടിക്കുപ്പായം. ഓക്കെ, ഏതൊക്കെയാണ്? നീലത്താമര പാറി നടന്നു കുട്ടിക്കുപ്പായം ഓടിക്കളിച്ചു. ഇതിൽ നിന്ന് കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ നിന്ന് ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന് ഓരോ ഒറ്റ പദത്തിനെയും പിരിച്ചെഴുതി നോക്കണം, എന്നാലല്ലേ നമുക്ക് വ്യത്യാസം തിരിച്ചറിയാനായിട്ട് കഴിയൂ. ഓക്കെ, അപ്പൊ നീലത്താമര എന്ന വാക്കിനെ പിരിച്ചെഴുതുമ്പോ എങ്ങനെയുണ്ടാവുക? നീല അധികം താമര അല്ലെ. ഒറ്റപ്പദമാകുമ്പോ താ എന്തായി? ത ആയി മാറും. നീല താമര അല്ലെ. ഓക്കെ, അടുത്തതോ കുട്ടിക്കുപ്പായം. നമ്മളിപ്പോ പറഞ്ഞ ഉദാഹരണമാണ്. കുട്ടി അധികം കുപ്പായം, അത് ഒന്നിച്ചാകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കുട്ടിക്കുപ്പായം ക വരും അവിടെ അല്ലെ, ഇരട്ടിപ്പ് വരുന്നുണ്ട്. ഓക്കെ, അതിനും ഉണ്ട്. അപ്പൊ നേരത്തെ പോലെ തന്നെ ഒരു മാറ്റാണ് ഈ ഒരു പദത്തിനും വന്നിട്ടുള്ളത് അല്ലെ. അടുത്തത് ഓടിക്കളിച്ചു അല്ലെ. അപ്പൊ നമ്മൾ ഒറ്റ പദമാക്കുന്ന സമയത്ത് കളിച്ചു ആണ് വരുന്നത്. ഈ അതിനെ പിരിച്ചെഴുതുന്ന സമയത്തോ ഓടി അധികം കളിച്ചു അല്ലെ. അപ്പോ ആ ക എന്നത് ഒറ്റപ്പദമായി മാറുമ്പോ ഓടിക്ക എന്ന ഒരു ഇരട്ടിപ്പ് അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതുവരെ 3 ഉദാഹരണങ്ങൾ പറഞ്ഞതിലും എന്തുണ്ട്? ഒരു വ്യത്യാസം സംഭവിക്കുന്നുണ്ട് ഒറ്റപ്പദമാകുന്ന സമയത്ത്. അടുത്ത 4ാമത്തെ നമുക്ക് തന്ന വാക്ക് ഏതാണ്? ഓടി നടന്നു. അതിന് പ്രത്യേകിച്ചും വ്യത്യാസം വരുന്നുണ്ടോ? ഓടി നടന്നു, എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഓടി അധികം നടന്നു, അത് പിരിച്ചെഴുതിയപ്പോ ഓടി അധികം നടന്നു ആയിരുന്നു. ഒറ്റപ്പദമാക്കുന്ന സമയത്ത് ഓടി അധികം നടന്നു തന്നെയാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. വ്യത്യാസമൊന്നും വന്നിട്ടില്ല അല്ലെ. അപ്പോ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? ഓടി നടന്നു എന്നതാണ് കൂട്ടത്തിൽ പെടാത്തത്. അടുത്ത ചോദ്യം. ഓക്കെ, അടുത്തത് കേരളത്തിലെ കുറെ കലാരൂപങ്ങളെ കുറിച്ച് നമ്മളെ പാഠഭാഗത്ത് പഠിക്കുന്നുണ്ട്. അത്തരം കലാരൂപങ്ങളെ കുറിച്ചാണ് അടുത്ത ചോദ്യം. കേരളത്തിൽ ഒരുപാട് കലാരൂപങ്ങളുണ്ട്. അതിൽ നിന്ന് വടക്കൻ ജില്ലകളിൽ നിന്നും തെക്കോട്ട് എന്ന ക്രമത്തിൽ ശരിയായി ഈ ഒരു കലാരൂപങ്ങളുടെ പേരുകളെ ക്രമപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഏതൊക്കെയാണ്? പുലിക്കളി, മുടിയേറ്റ്, പൂതനം തിറയും, തെയ്യം. അപ്പൊ ഇതിലേതാണ് ഉത്തരമായിട്ട് വരുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അടുത്ത ഒരു ചോദ്യം ശ്രദ്ധിക്കൂ. താഴെ കൊടുത്തിരിക്കുന്ന കവിത വായിക്കുക. ഒരു കവിത കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലൊരു ചോദ്യം എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഓക്കെ, ഈ ചോദ്യം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഓക്കെ, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നത് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ 3ാം ക്ലാസ്സിലൊക്കെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നത് പഠിച്ചിട്ടുണ്ടാവും, പരിചയപ്പെട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് തന്നിരിക്കുന്നത്? വാഴത്തേൻ എന്ന കൃതിയിലെ സുഗതകുമാരി ടീച്ചറുടെ മനോഹരമായ ഒരു കവിതയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ കവിത ഞാനൊന്ന് വായിക്കാം. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും കവിത നന്നായിട്ട് വായിക്കാം. എന്നിട്ട് ഇതിന്റെ അർത്ഥം ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിന്റെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ അല്ലെ. അപ്പോ നമുക്ക് കവിത ഒന്ന് വായിച്ചു നോക്കാം. എന്നും കാലത്തമ്മേ അമ്മയ്ക്ക് എന്തൊരു മേളം, അച്ഛനു കാപ്പിയൊരുക്കാൻ കൊച്ചനി എത്തിയെ നോക്കാൻ, ചോറും കറിയും വെക്കാൻ 100 തിരക്കുകൾ തീർക്കാൻ, കുഞ്ഞിനു പാലു കൊടുക്കാൻ എന്നെയൊരുക്കി അയക്കാൻ, എന്തു തിടുക്കം ബഹളം, എന്തൊരടുക്കള മേളം, ഒന്നു കുളിക്കാൻ പോലും അമ്മയ്ക്കില്ല നേരം, എങ്കിലും അമ്മേ സഞ്ചിയുമായി ഞാൻ പോകെ, എന്നുടെ നെറ്റിയിൽ ഉമ്മ തരുന്നോ രമ്മയ്ക്കെന്തൊരു ഭംഗി. ഓക്കെ, അപ്പൊ വളരെ മനോഹരമായ ഒരു കവിതയാണ് അല്ലെ. സുഗതകുമാരിയുടെ വാഴത്തേൻ എന്ന കൃതിയിലെ കവിതയാണിത്. അമ്മയെ കുറിച്ചാണ് അല്ലെ. അപ്പോ നമുക്കിവിടെ തന്നിട്ടുള്ള 2 ചോദ്യമാണ്. അമ്മയ്ക്ക് എന്തൊരു മേളം, എന്തൊക്കെയാണ് മേളം? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഈ ഒരു കവിതയുമായി ബന്ധപ്പെട്ടുള്ള ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഈ കവിത നിങ്ങൾ വായിച്ചല്ലോ, കുറേ പ്രാവശ്യം വായിച്ചു നോക്കണം കേട്ടോ, എന്നാലേ നമുക്ക് അർത്ഥം മനസ്സിലാവും. ഒരുപക്ഷെ നിങ്ങൾ കേട്ട കവിതയാണ് എങ്കിലും താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഉത്തരം എഴുതണമെങ്കിൽ നല്ല രീതിയിൽ കവിത വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ചോദ്യം വായിച്ചു നോക്കി, എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചോദ്യം വായിച്ചു നോക്കി
എന്താണ് അമ്മയ്ക്ക് എന്തൊരു മേളം, എന്തൊക്കെയാണ് അമ്മയുടെ മേളം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് മേളം? അപ്പൊ വിവരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ തന്നിരിക്കുന്ന സ്പേസിൽ, അവിടെ തന്നിരിക്കുന്ന ഒരു കോളത്തിൽ നിങ്ങൾ എഴുതണം അമ്മയ്ക്ക് എന്തൊക്കെയാണ് അമ്മയുടെ മേളം എന്നുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് അമ്മയുടെ മേളം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെയാണ്? ഒരു കുടുംബത്തിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് അമ്മയാണ് അല്ലെ. എന്തൊക്കെയാ പറഞ്ഞ, അച്ഛന് കാപ്പി ഒരുക്കണം എന്ന് പറഞ്ഞു, പിന്നെയോ ബാവകളുണ്ടെങ്കിൽ അല്ലെ, കുട്ടികളുണ്ടെങ്കിൽ നോക്കണം, പിന്നെ ചോറും കറിയും ഒക്കെ വീട്ടിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം, കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ അവരെയൊക്കെ ഒരുക്കി അയക്കണം, പിന്നെ ചെറിയ വാവയ്ക്ക് പാല് കൊടുക്കണം. എന്നാലും അമ്മയ്ക്കൊരു കുളിക്കാനും പോലും ചിലപ്പോൾ സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ എന്നാലും അമ്മ ഞാൻ സഞ്ജീവുമായി പോകെ എന്നുടെ നെറ്റിയിൽ ഉമ്മ തരുന്ന ഒരമ്മയ്ക്ക് എന്തൊരു ഭംഗി എന്നാ പറഞ്ഞത് അല്ലെ. പക്ഷെ മോൻ വാവയെ സ്കൂളിലേക്ക് അയക്കുന്ന സമയത്ത് അല്ലെ, കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുന്ന സമയത്ത് അമ്മ എന്ത് ചെയ്യും, എത്ര തിരക്കാണെങ്കിലും നെറ്റിയിലൊരു ഉമ്മ കൊടുക്കും. അമ്മയുടെ സ്നേഹമാണ് അവിടെ കാണിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ അത് നമുക്ക് വിവരിച്ചിട്ട് ഓരോരോ കാര്യങ്ങളും എഴുതാം. എന്തൊക്കെ എഴുതാൻ പറ്റും? പാല് കൊടുക്കണം, സ്കൂളിലേക്ക് ഒരുക്കി അയക്കണം, ഇങ്ങനെ 100 തിരക്കുകളാണ് അമ്മയ്ക്കുള്ളതെന്നാണ് കവി പറയുന്നത്. ഓരോന്നായിട്ട് നിങ്ങൾക്ക് അവിടെ എഴുതാം. നന്നായിട്ട് കവിത വായിച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള കവിതയാണ് അല്ലെ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മനസ്സിലാക്കാൻ. അപ്പൊ നന്നായിട്ട് കവിത വായിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഉത്തരം ഓരോന്നായിട്ട് എഴുതാം. എന്തൊക്കെ എഴുതാം? കാപ്പി ഒരുക്കണം, അനിയത്തിയെ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, ഭക്ഷണം ഉണ്ടാക്കണം, ഇത്തരം കാര്യങ്ങൾ അമ്മയുടെ 100 തിരക്കുകളെ കുറിച്ചാണ് കവി പറയുന്നത് എന്ന് അവിടെ എഴുതി വെക്കാം. ഓക്കെ, അടുത്ത ചോദ്യമാണ് ഈ ഒരു കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതിലുള്ള ആശയം തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം അല്ലെ. കൂടാതെ മനോഹരമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികളെ കുറിച്ച് സൂചിപ്പിക്കണം, എഴുതിയ ആളെ കുറിച്ച് സൂചിപ്പിക്കണം, പിന്നെന്താണ് അതിലെ പ്രയോഗ ഭംഗി, ശബ്ദമാധുര്യം ഇവയൊക്കെ എഴുതണം. ശബ്ദഭംഗിയൊക്കെ വിവരിച്ചെഴുതാം അല്ലെ. നിങ്ങളുടെ ജീവിതവുമായി അതിനെ ബന്ധപ്പെടുത്തിയ എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നമുക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എഴുതാം അല്ലെ. വെറുതെ ആശയം വിവരിച്ച് എഴുതുന്നതല്ല ആസ്വാദനക്കുറിപ്പ്. കവിതയെ എത്രത്തോളം മനോഹരമാണ് കവിത, നിങ്ങൾ എത്രത്തോളം അത് സ്പർശിച്ചു എന്ന ഒരു വിവരണമാണ് അവിടെ കൊടുക്കേണ്ടത്, എന്നൊരു ആസ്വാദനമാണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ചേർക്കണം? കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെ. ഈ ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുന്ന ഒരു അമ്മയെ കുറിച്ചാണ് നമ്മുടെ ഈ ഒരു കവിതയിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെ. എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഭംഗിയായിട്ട് ആ അമ്മയെ കുറിച്ച് എഴുതി തുടങ്ങാം. അമ്മയുടെ വാത്സല്യത്തെ കുറിച്ച് കവി പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ കാര്യങ്ങൾ കൂടി നമുക്ക് അവിടെ എഴുതി വെക്കാം അല്ലെ. ഒരു ഉദാഹരണം ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എന്ന് എഴുതാം നോക്കാം. കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുന്ന ഒരു അമ്മയെ കുറിച്ചാണ് സുഗതകുമാരി തന്റെ കവിതയിലൂടെ പറഞ്ഞിട്ടുള്ളത് എന്ന ഒരു വരി എഴുതാം അല്ലെ. കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുന്ന അമ്മയുടെ ചിത്രം അവതരിപ്പിക്കുന്ന കവിതയാണ് സുഗതകുമാരിയുടെ അമ്മയ്ക്കെന്തൊരു ഭംഗി. ഈ കവിത എല്ലാ അമ്മമാരുടെയും കഥ കൂടിയാണ്. അമ്മയുടെ മൂത്ത കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെയാണ് കവിത അവതരിപ്പിക്കുന്നത്. പുലർക്കാലത്തു തന്നെ അമ്മയുടെ തിരക്കുകൾ ആരംഭിക്കുകയായി. അച്ഛനു കാപ്പി കൊടുക്കണം, കൊച്ചനുജത്തിയെ നോക്കണം, ചോറും കറിയും വെക്കണം, ഇളയ കുഞ്ഞിന് പാല് കൊടുക്കണം, മൂത്ത കുട്ടിയെ ഒരുക്കി സ്കൂളിൽ അയക്കണം. ഇങ്ങനെ ആകെ തിരക്കും ബഹളവുമാണ്. അമ്മയ്ക്ക് കുളിക്കാൻ പോലും സമയമില്ല. എങ്കിലും ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ നെറ്റിയിൽ എന്നും ഉമ്മ തരും. അമ്മയുടെ ഭംഗി അപ്പോൾ വാക്കുകൾക്ക് അതീതമാണ്. സ്വന്തം കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരമ്മയുടെ ചിത്രം ഭംഗിയായി ഈ കവിതയിൽ വരച്ചിടുന്നു. ഓക്കെ, ഇതൊരു ആസ്വാദനക്കുറിപ്പിൻ്റെ മാതൃകയാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്കിതിൽ ചേർക്കാം അല്ലേ. അമ്മയെ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെക്കുറിച്ചും എഴുതാം. എൻ്റെ അമ്മയും ഇതുപോലെയാണ്, എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് അമ്മയാണ്. പിന്നെ ഇതിൽ ഏതെങ്കിലും വരികൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഉദാഹരണത്തിന് എന്നെ ഒരുക്കി അയക്കാൻ എന്തു തിടുക്കം ബഹളം എന്ന വാക്ക് ആണ് ഇഷ്ടമെങ്കിൽ, അല്ലെങ്കിൽ എന്തൊരടുക്കള മേളം എന്ന വരിയാണ് ഇഷ്ടമുള്ളതെങ്കിൽ നമുക്കത് എഴുതാം അല്ലെ. എനിക്ക് ഈ ഒരു കവിതയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരി എന്തൊരടുക്കള മേളം എന്നുള്ളതാണ് എന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേറെ വരിയാണെങ്കിൽ എന്നുടെ നെറ്റിയിൽ ഉമ്മ തരുന്നു ഒരമ്മയ്ക്ക് എന്തൊരു ഭംഗി.
ഈ വരികളാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത്, അമ്മയുടെ സ്നേഹമാണ് ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 2 വരികൾ, ഇഷ്ടപ്പെട്ട വരികളെ കുറിച്ച് 2-3 വരികൾ കൂടെ നിങ്ങൾക്ക് അവിടെ എഴുതി ചേർക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അടുത്ത വീഡിയോയിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ വീണ്ടും നമ്മൾ തുടർന്നും എടുക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രിയ ടീച്ചർക്ക് കൂടുതൽ ക്ലാസ്സുകൾ എടുക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തായാലും കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. 4ാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു മക്കളെ, താങ്ക് യു.